ഈ അടുത്ത് നമ്മുടെ ആസ്ക് റിപ്പീറ്റ് സർവീസിലേക്ക് ഒരു ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിദേശത്തു നിന്ന് തിരികെ വന്നിട്ടുള്ള ഒരു NRI ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 50 ലക്ഷം രൂപയുടെ റിയൽ എസ്റ്റേറ്റ് അസറ്റുകളും 20 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. ഇത് ക്യാൻസൽ ചെയ്തിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അതായത് ഇനി ഒരു റിട്ടയർമെന്റ് ലൈഫ് ഫാമിലിയുടെ ഒപ്പം ജീവിച്ച് തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കിയപ്പോൾ എളുപ്പത്തിൽ അദ്ദേഹത്തിന് റിട്ടയർമെന്റ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സത്യമാണ് മനസ്സിലാക്കിയത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അത് കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടയർ ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ റിട്ടയർ ആവാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസറ്റുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല രീതിയിലുള്ള റിട്ടയർമെന്റ് എടുക്കാമെന്നും അതിന് പറ്റുന്ന ഓപ്ഷൻസും അതിന്റെ ഗുണദോഷങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർ ആവുന്ന അല്ലെങ്കിൽ റിട്ടയർ ആവാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് എന്നത് ഞാനാണ്. ഇദ്ദേഹത്തിന് 50 ലക്ഷം രൂപ റിയൽ എസ്റ്റേറ്റിലുണ്ട്, 20 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിലാണുള്ളത്. ഫിക്സഡ് ഡെപ്പോസിറ്റിലെ പൈസ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, അതിന്റെ പലിശ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താം എന്നുണ്ടെങ്കിലും ഈ 20 ലക്ഷം രൂപയ്ക്ക് ഏകദേശം മാക്സിമം പോയാൽ ഒരു 8% ഇൻട്രസ്റ്റ് കിട്ടുന്ന നല്ല സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപയാണ് ഒരു മാസപ്പലിശ എന്നുള്ള രീതിയിൽ കിട്ടുക, അല്ലെ? അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ റിട്ടയർമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ റിയൽ എസ്റ്റേറ്റിലെ ഒരു എക്സ്പോഷർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ 50 ലക്ഷത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു പാർട്ടോ മറ്റോ വിഡ്രോ ചെയ്തിട്ട് കുറച്ചുകൂടെ ഗ്രോത്ത് കിട്ടുന്ന അസറ്റുകളിൽ, കുറെ കൂടെ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകളിൽ മാറ്റുക എന്നതാണ്. ഗ്രോത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുത്തിട്ടുള്ള പൈസക്ക് ഒരു 10-12% ഒക്കെ ഒരു അപ്രീസിയേഷൻ ഓരോ വർഷവും ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എപ്പോഴെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് പെട്ടെന്ന് വിറ്റ് പണമാക്കി മാറ്റി ആ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്ക് വലിയൊരു 50 ലക്ഷത്തിന്റെ വീടും സ്ഥലവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് 1 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നാളെ പോയിട്ട് ഈ വീടിന്റെ സ്ഥലത്തിന്റെ ഒരു പീസ് വിറ്റാൽ നമുക്ക് കാര്യം നടക്കില്ല. അങ്ങനെ വിൽക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ ലിക്വിഡ് അല്ല. ധാരാളം റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ ഉണ്ടായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഈ റിയൽ എസ്റ്റേറ്റ് അസറ്റിൽ നിന്ന് ചെറിയൊരു പോർഷൻ ഒരു വിൽപ്പന നടത്താൻ പറ്റുന്ന രീതിയിലുണ്ട്. അത് ചെറിയ നഷ്ടം വന്നിട്ടാണെങ്കിലും അത് വിറ്റുകൊണ്ട് നമ്മളെ ക്യാഷ് ഫ്ലോ എൻഷുർ ചെയ്യാനുള്ള മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറെ ഇൻസ്ട്രുമെന്റുകളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും റിട്ടയർമെന്റ് കാര്യങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ്, മറ്റൊന്ന് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ, ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാൻ ഉള്ള അല്ലെങ്കിൽ അന്യൂറ്റി പ്ലാൻ ആയിട്ടുള്ള ഇൻഷുറൻസ് പ്രോഡക്റ്റുകളാണ്. മൂന്നാമത്തേത് റെന്റൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ റെന്റൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളാണ്. നാലാമത്തേത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള വിഡ്രോവലാണ്. ഈ 4 ഓപ്ഷനുകളിലും ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത്. ഇപ്പോ അദ്ദേഹത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ട്, റെന്റൽ കിട്ടുന്ന ചെറിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റും ഉണ്ട് എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള 2 കാര്യങ്ങളും കുറവാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപമോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകളോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആളുകളുടെ ഒരു ഏത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിലും മുൻപും അത് എന്തുമാത്രം ലിക്വിഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് നമ്മൾക്ക് അതിനെ കാശാക്കി മാറ്റാനുള്ള എളുപ്പം നമ്മൾ മനസ്സിലാക്കണം.
അതിന്റെ ടാക്സബിലിറ്റി, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തുമാത്രം ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് സിമ്പിൾ ആയിരിക്കണം. അതായത് നമ്മൾ ഓരോ വർഷം കഴിയുന്നതോറും നമുക്ക് വയസ്സ് കൂടി വരികയാണ്. അത് ഉപയോഗിക്കാനുള്ള ഒരു സിംപ്ലിസിറ്റി, ഇപ്പൊ നമ്മളില്ലെങ്കിലും നമ്മളുടെ അനന്തരാവകാശികൾക്ക് ഇത് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കനുസരിച്ച് പ്രൊസീഡ് ചെയ്യാനും പറ്റുന്ന സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കണം. മറ്റൊന്ന് സ്റ്റേബിലിറ്റി എത്രയുണ്ട് എന്നുള്ളത്, സ്റ്റേബിൾ ആണോ, സ്റ്റെബിലിറ്റി എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഈ 5 ഫാക്ടേഴ്സ് എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളെയും പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇദ്ദേഹത്തിനുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ലിക്വിഡിറ്റി, അല്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങളിൽ ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് മാക്സിമം ലിക്വിഡ് ആണ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത്, നമ്മൾ ഇദ്ദേഹത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ടാക്സബിലിറ്റി. ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ടാക്സബിലിറ്റി എത്രയാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. അതായത് നമ്മളുടെ ടാക്സബിൾ ഇൻകത്തോട് കൂട്ടുകയും നമ്മളുടെ ഇൻകം ടാക്സിന്റെ സ്ലാബിനനുസരിച്ച് 5, 10, 15, 20, 25 അല്ലെങ്കിൽ 30% ടാക്സിന് വിധേയമാവുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ടാക്സബിലിറ്റി ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് അത്ര ഇല്ല എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ ബീറ്റിംഗ് കപ്പാസിറ്റി എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മിക്കവാറും ഒന്നും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഡെപ്പോസിറ്റുകൾ നല്ല ബാങ്കുകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് 6%, 6.5% ഇൻട്രസ്റ്റ്, അത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. പിന്നെ FDയുടെ സിംപ്ലിസിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എളുപ്പം മനസ്സിലാവുന്നതും നമ്മുടെ ആളുകൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ സിംപ്ലിസിറ്റിയുടെ കാര്യത്തിൽ ഇത് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സ്റ്റെബിലിറ്റിയുടെ കാര്യവും നല്ലത് തന്നെ. അതായത് SBI പോലുള്ള അല്ലെങ്കിൽ നാട്ടിലെ നല്ല ക്രെഡിബിലിറ്റി ബാങ്കുകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ സ്റ്റേബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. അതായത് FD ഒക്കെ നമ്മൾ ചിലപ്പോൾ 1-2 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ തിരികെ വീണ്ടും അത് റിന്യൂ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കിട്ടുക. അതായത് നമുക്കിപ്പോൾ 6% കിട്ടുന്നുണ്ടെന്നെങ്കിലും 2 വർഷം കഴിയുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ സിറ്റുവേഷൻ 3% എന്നുണ്ടെങ്കിൽ പിന്നെ റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ശതമാനമാണ് കിട്ടുക? 3% മാത്രമാണ് കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു എമൗണ്ട് ലിക്വിഡ് ആയിട്ടും സ്റ്റേബിൾ ആയിട്ടും ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിലും അതിന്റെ ടാക്സബിലിറ്റി മോശമാണ്, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മോശമാണ്, ഇത് സിമ്പിൾ ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വളരെയധികം എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടരുത് എന്നുള്ളൊരു ഉപദേശമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഇപ്പോൾ ഉള്ള 20 ലക്ഷം രൂപ അതേ ഒരു രീതിയിൽ തന്നെ 3-4 ബാങ്കുകളിലായിട്ട് ഇടാനായിട്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഈ 3-4 ബാങ്കുകളിലായിട്ട് ഇടാൻ പറഞ്ഞതിന്റെ സാങ്കത്യം എന്താ? ഒരു ബാങ്ക് പൊളിഞ്ഞാലും നമുക്ക് മറ്റുള്ള ബാങ്കുകളെ ആശ്രയിക്കാലോ എന്നുള്ളതാണ്. ഒരു ബാങ്ക് പൊളിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു സേഫ്റ്റി കൂടെ നമുക്ക് ഇങ്ങനെ പല ബാങ്കുകളിലായിട്ട് ഇട്ടാൽ ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകളാണ്. ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ അത്ര മികച്ച ഓപ്ഷൻ ഒന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ഒരെണ്ണം എടുത്താൽ കൊള്ളാമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആന്യൂറ്റി പ്ലാനുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാനുകൾ പോലുള്ള പ്ലാനുകളാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അതായത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നെ അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമുക്ക് പൈസ തന്നുകൊണ്ടിരിക്കും. സ്റ്റേബിളുമാണ്. മിക്കവാറും ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അത്യാവശ്യം സ്റ്റേബിൾ ആണ് എന്നുള്ള ഗുണവും ഇതിനുണ്ട്. അപ്പൊ സിംപ്ലിസിറ്റിയും സ്റ്റെബിലിറ്റിയും ഈ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിന്റെ റിട്ടേൺ മിക്കവാറും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യില്ല. അതായത് പണപ്പെരുപ്പത്തിനേക്കാൾ കൂടിയൊരു പൈസ ഇവർക്ക് തരാനായിട്ട് സാധിക്കില്ല. ഏകദേശം 5-5.5% ആനുവൽ റിട്ടേൺ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ രീതിയിലുള്ള വരുമാനം ടാക്സബിൾ ആവും എന്നുള്ളതും കൂടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മിക്കവാറും പ്രോഡക്റ്റുകളിൽ നിന്ന് മുതൽ നമുക്ക് തിരികെ എടുക്കാൻ സാധിക്കില്ല എന്നുള്ള ദോഷം ലിക്വിഡിറ്റി ആസ്പെക്ട് മോശമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സിംപ്ലിസിറ്റിയും സ്റ്റെബിലിറ്റിയും ഉള്ള പ്രോഡക്റ്റുകളാണ് ഈ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ എന്നുണ്ടെങ്കിലും ടാക്സബിലിറ്റിയുടെയും ഇൻഫ്ലേഷൻ
റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയും ലിക്വിഡിറ്റിയുടെയും കാര്യങ്ങൾ നോക്കുമ്പോൾ മോശമാണ് എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് വളരെ വലിയ എമൗണ്ട് ഒരു കാരണവശാലും ഇൻഷുറൻസ് പ്രോഡക്റ്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇടരുത്, പരമാവധി ഇടാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിന് നിരസിക്കാൻ പറ്റാത്ത ചില ഓഫറുകൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം ഇടാനായിട്ടാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതും എപ്പോഴാണ് ഈ റിയൽ എസ്റ്റേറ്റ് വിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടിയാൽ മാത്രം ഇടുക, അല്ലാതെ അദ്ദേഹത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിച്ചുകൊണ്ട് ഇതിലിടരുത് എന്നും കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ളത് റെന്റൽ റിയൽ എസ്റ്റേറ്റ് ആണ്. അദ്ദേഹത്തിന് ഈ 50 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പല 3-4 പ്രോപ്പർട്ടികളായിട്ടാണ് കിടക്കുന്നത്. അതിൽ 1-2 എണ്ണത്തിൽ നിന്ന് ചെറിയ രീതിയിലുള്ള റെന്റൽ വരുമാനം കിട്ടുന്നുണ്ട്. ഈ റെന്റൽ വരുമാനത്തിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇൻഫ്ലേഷൻ അടുപ്പിച്ചുള്ള ഒരു എമൗണ്ട് കിട്ടാറുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഗുണം. അതായത് ഈ കൊല്ലം ഒരു 5000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വീട് അടുത്ത വർഷം നമുക്ക് ചിലപ്പോൾ ഒരു 5500 രൂപ 6000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. പക്ഷെ ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പൊ ലിക്വിഡിറ്റി ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ മോശമാണ്. ടാക്സബിലിറ്റി, അതായത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ വരുമാനത്തോടു കൂടി കൂട്ടി ടാക്സ് അടയ്ക്കണം. ഇത് അത്ര എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിംപ്ലിസിറ്റിയുടെ കാര്യത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് അത്ര നല്ല ഓപ്ഷൻ അല്ല. കാരണം എന്താ, അതിന് നമ്മൾ ടാക്സുകൾ അടയ്ക്കാനുണ്ട്. അതായത് വീടിന്റെ ടാക്സ്, സ്ഥലത്തിന്റെ ടാക്സ് ഒക്കെ അടയ്ക്കാനുണ്ട്. അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസുകൾ നടത്താനുണ്ടാവും, പെയിന്റ് അടിക്കാനുണ്ടാവും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതായത് സിംപ്ലിസിറ്റി അത്ര സുഖകരമല്ല. അതുപോലെ നമുക്ക് ലിക്വിഡിറ്റിയും മോശമാണ്. അതായത് നമുക്ക് ഇതുപോലെ പറ്റുന്നൊരു ആളെ കിട്ടിയാൽ മാത്രമേ അത് വിറ്റ് നമുക്ക് ലാഭം എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് ഈ റെന്റൽ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ റെന്റൽ റിയൽ എസ്റ്റേറ്റ് ഇനി പുതിയതൊന്നും കണ്ടുപിടിക്കരുത്, ഉള്ളതിൽ 1-2 എണ്ണം വിറ്റിട്ട് മറ്റുള്ള അസറ്റുകളിലേക്ക് മാറാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അടുത്ത ഒരു ഇതുള്ളത് എന്താന്ന് വെച്ചാൽ ഗോൾഡ് ആണ്. ഗോൾഡ് അദ്ദേഹത്തിന് കുറച്ച് ആഭരണങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഇപ്പൊ ഗോൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു റിട്ടയർമെന്റ് ആസ്പെക്റ്റിൽ അത്ര വലിയൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ ഈ ഗോൾഡ് നല്ലതാണ്. അതേസമയം തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനോ ഒരു സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ക്യാഷ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അതായത് നമ്മൾക്ക് ഒരു ആഭരണമോ ഒരു ഗോൾഡ് കോയിനോ കൊണ്ടുകൊടുത്തിട്ട് നമുക്ക് ക്യാഷ് ആയിട്ട് പണം കിട്ടുന്നത് വളരെ ചുരുക്കം സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നമ്മളുടെ പരിചയത്തിലോ ഒക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സിമ്പിളും അല്ല, അത്ര ലിക്വിഡും അല്ല ഗോൾഡിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് ഗോൾഡ് വളരെ ചുരുക്കം അളവിൽ മാത്രം ഗോൾഡിൽ റിട്ടയർമെന്റിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തത്. മറ്റൊരു പ്രോഡക്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആയിട്ട് വേണ്ടത് മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. അതായത് പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു കോമ്പിനേഷൻ, ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് നമ്മൾ എടുക്കുക എന്നുള്ളൊരു രീതിയാണ് ഇത് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതായത് അതാവുമ്പോൾ നമുക്ക് ഇന്ന് നിക്ഷേപിച്ചിട്ടുള്ള എമൗണ്ട് നാളെ കഴിഞ്ഞ് മുതൽ ഏത് ദിവസം വേണമെങ്കിലും അന്നത്തെ വിലയ്ക്ക് നമുക്ക് തിരികെ എടുക്കാം എന്നുള്ളൊരു ലിക്വിഡിറ്റി ഉണ്ട് മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും. അതോടൊപ്പം തന്നെ ഇതിന്റെ ടാക്സബിലിറ്റി മറ്റുള്ള സ്കീമുകളേക്കാൾ 10% ഒക്കെ ഇതിന്റെ ടാക്സബിലിറ്റി ഉള്ളൂ എന്നുള്ളത് അതൊരു ഗുണമാണ്. അതുപോലെ ഇത് മിക്കവാറും ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സിംപ്ലിസിറ്റിയും സ്റ്റെബിലിറ്റിയും കുറച്ച് പ്രശ്നമാണ്. സിംപ്ലിസിറ്റി പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി അറിയാവുന്ന ആളുകൾക്കാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക. അതുകൊണ്ട് അത്ര സിമ്പിൾ അല്ല, അതുപോലെ അത്ര സ്റ്റേബിളും അല്ല. കാരണം എന്താ, സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുന്നതിനനുസരിച്ച് നമ്മളുടെ സമ്പത്തിന്റെ അളവ് കൂടുമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിന് കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിംപ്ലിസിറ്റിയും സ്റ്റെബിലിറ്റിയും കുറവാണ് എന്നുണ്ടെങ്കിലും ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യാനുള്ള കഴിവും നല്ല ടാക്സബിലിറ്റിയും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ടാക്സ് സംവിധാനങ്ങളും ലിക്വിഡിറ്റിയും ഇതിന് ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാന പങ്ക് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 70 ലക്ഷം രൂപ അദ്ദേഹത്തിന് അസറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഐഡിയൽ ഒരു അലൊക്കേഷനായിട്ട് ഒരു 20 ലക്ഷം രൂപ തന്നെ FD യിൽ കണ്ടിന്യൂ ചെയ്യുക. അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഈ
ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാനിൽ അദ്ദേഹത്തിന് 5-10 ലക്ഷം രൂപ ഇടാം. അതുപോലെ റെന്റ് റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഓൾറെഡി 10-20 ലക്ഷം രൂപയുടെ റെന്റ് റിയൽ എസ്റ്റേറ്റിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ട് വരുന്നത് SWP എന്നുള്ള രീതിയിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു രീതിയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ് അടക്കമുള്ള ഗോളുകൾ അഡ്രസ് ചെയ്യുന്നതിനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.